എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. ജുവാൻസ് റെയിൻബോ ഉഡായിപ്പ് റെയിൻബോ ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ജുവാൻസ് റെയിൻബോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് ചെയ്തത്. പിന്നെ എന്തോ മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ സമയം കിട്ടില്ല. വേറെ കേക്ക് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു ജുവാൻസിൻ്റെ ഒരു അനിയൻ കേക്ക് എന്ന് വേണേൽ പറയാം. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നുമില്ല, സ്ട്രോബെറി കേക്ക് ആദ്യം, ഇതെല്ലാം 3 ഹാഫ് kg കേക്കാണ് ചെയ്തത്. സ്ട്രോബെറിയുടെ ഹാഫ് kg ചെയ്തു, പിസ്തയുടെ ഹാഫ് kg ചെയ്തു, ഓറഞ്ചിൻ്റെ ഹാഫ് kg ചെയ്തു. അതിനുശേഷം സ്ട്രോബെറിയിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ, വിപ്പിംഗ് ക്രീം തന്നെയാണ് ഷുഗർ സിറപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്. അപാര ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് മുകളിൽ ക്രീം വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ സ്ട്രോബെറി ക്രഷാണ് യൂസ് ചെയ്തത് കേട്ടോ. സ്ട്രോബെറി ക്രഷ് വെച്ച് കൊടുത്തു. നമ്മുടെ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാമല്ലോ, നമ്മുടെ വീട്ടിലോട്ട് ചെയ്യുമ്പം. പിന്നെ ഇത് ഞാൻ ഫുൾ കവർ ചെയ്യുന്നില്ല. ഇതൊരു എന്താ പറയുക, കുറച്ച് ക്രീം മതി, ഒരുപാട് ക്രീം വേണ്ട എന്നുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹാഫ് നേക്കഡ് കേക്കാണ്. അതായത് ഫുൾ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കില്ല, അങ്ങനത്തെ ഒരു ഹാഫ് നേക്കഡ് കേക്കാണ് ചെയ്യുന്നത്. ഇപ്പം ആളുകൾ അങ്ങനെ ക്രീം ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നീട് ഞാൻ സ്ട്രോബെറിയുടെ ഫില്ല് ചെയ്തതിന് ശേഷം പിസ്ത കേക്ക് വെച്ച് കൊടുത്തു. പിസ്ത കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ബ്ലാക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഓറഞ്ച് കേക്ക് വെച്ച് കൊടുത്തു. അതിനെയും വെറ്റ് ചെയ്തു. ഇതിന് 3 കേക്കും ഞാൻ വെറ്റ് ചെയ്തത് നമ്മുടെ മിൽക്ക് മെയ്ഡല്ല, നമ്മുടെ വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പും കൂടെ മിക്സ് ചെയ്ത വെള്ളം വെച്ചിട്ടാണ്. അപാര ടേസ്റ്റായിരുന്നു. വീണ്ടും പറയണം, സൂപ്പർ ടേസ്റ്റാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താലുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നമ്മുടെ വിപ്പിംഗ് ക്രീമിന്. അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ക്രം കോട്ട് ചെയ്താൽ മാത്രം മതി. അതാണ് ഹാഫ് നേക്കഡ് കേക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അല്ലാതെയും ചെയ്യാൻ പറ്റും. എന്താ പറയുക, ഫില്ലിങ് കൊടുക്കണ്ട, കട്ട് ചെയ്യാതെ തന്നെ ആ ഒറ്റ കേക്കിന് അതുപോലെ തന്നെ ജസ്റ്റ് വെറ്റ് ചെയ്തതിന് ശേഷം കവറിങ് മാത്രം കൊടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ നമ്മുടെ ഒരു കേക്ക് ചെയ്തെടുക്കുക. ഇപ്പം 1 kg ആണ്, അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ടോപ്പ് കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ ജസ്റ്റ് ടോപ്പ് മാത്രം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അതിനെ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തും കൊടുക്കാം. അതും സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ അധികം കേക്കിൻ്റെ ഈ ക്രീം വേണ്ട എന്നുള്ളവർക്ക് നല്ലതാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഫ്രൂട്ട് കേക്കൊക്കെ ആണെങ്കിൽ അത് സൂപ്പറായിരിക്കും, കുറച്ചും കൂടി സൂപ്പറായിരിക്കും. അപ്പം നമ്മളെ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കേക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ കേക്കൊക്കെ സെയിൽ ചെയ്യാനൊക്കെ പോയിട്ട് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നോർമൽ ഗനാഷ്, ഇത് പക്ഷേ നമ്മളെ ഡ്രീം കേക്ക് ചോക്ലേറ്റും നമ്മളെ നോർമൽ ചോക്ലേറ്റും കൂടെ ഒന്ന് ഗനാഷാക്കി എടുത്തിട്ടാണ് ഒന്ന് ഫില്ല് ചെയ്ത്, ഒന്ന് ഡിപ്പ് ചെയ്തിങ്ങനെ വരുന്ന പോലെ ചെയ്തിട്ട് മുകളിൽ ഫുൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഹാർട്ട്, ഇതൊന്നും ഡിസൈനൊന്നും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതൊന്നും അല്ല. പിന്നെ സൈഡിലൊരു സ്റ്റാറും വെച്ച് കൊടുത്തു. വെറും ഒരു സിമ്പിൾ കേക്ക്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മാത്രമല്ല ടേസ്റ്റും സൂപ്പറായിരുന്നു. അങ്ങനെ വലിയ മധുരം ഇല്ല, വേറൊരു ഫ്ലേവറിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്നില്ല. എല്ലാം ആവശ്യത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളെ കേക്ക് കട്ടിയിലും ബെറോട്ടയും ബീഫും ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മറന്നുപോയി. ഞാൻ ഹാർട്ട്, നമ്മളെ ഷുഗർ ബീഡ്സ് ആണ്, ഹാർട്ട് ഷേപ്പിലുള്ള ഷുഗർ ബീഡ്സ് ജസ്റ്റ് ഒന്ന് പറക്കി അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു, അങ്ങനെ പെട്ടെന്ന് തോന്നിയതാണ്, അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു. എന്താ പറയുക, 14ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെ വീടൊക്കെ മാറി അതിലിങ്ങനെ ആയിപ്പോയി. സാധാരണ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതാണ്. ഇപ്രാവശ്യം സന്തോഷം, നല്ല അടിപൊളി സന്തോഷം, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഒരു പുതിയ അന്തരീക്ഷം, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു അന്തരീക്ഷം. മുമ്പ് താമസിച്ച വീട്ടിലാണെങ്കിലില്ലേ, നമുക്ക് വണ്ടിയുടെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കും. ഇത് പിന്നെ അങ്ങനെ ഇല്ല, ഭയങ്കര സൈലൻ്റാണ്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാനൊക്കെ സൂപ്പറായിട്ട് പറ്റും. ശബ്ദങ്ങളില്ലല്ലോ, ഒരു ശബ്ദവും ഇല്ല, ഭയങ്കര നിശബ്ദമായ
സ്ഥലമാണ്. തൊട്ടടുത്തൊക്കെ കുറച്ച് വീടുകളും കുറേ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.